ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് സഹിച്ച പീഡാനുഭവത്തെയും കുരിശുമരണത്തെയും അനുസ്മരിച്ചുകൊണ്ട് തിരുസഭ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ആ സഹനത്തോട് ഏകീഭവിക്കുന്ന സന്ദർഭമാണല്ലോ വലിയ നോമ്പ് അഥവാ 50 നോമ്പ്. ഈ നോമ്പുകാലം നമുക്ക് ദൈവവുമായി അഭിമുഖം നടത്തുവാനുള്ള ഒരു അവസരമാണ്. നമ്മളെ തന്നെ ഒന്ന് ആത്മപരിശോധന നടത്തുവാൻ, മാത്രമല്ല നമ്മെ തന്നെ ദൈവകരങ്ങളിൽ വിനയപ്പെടുത്തുവാനുമുള്ള ഒരവസരം കൂടിയാണ്. നമ്മെക്കുറിച്ചുള്ള ദൈവീക നിയോഗം മനസ്സിലാക്കി ദൈവികമായ നടത്തിപ്പിനും ദൈവിക കരുതലിനും സമർപ്പിക്കേണ്ട അവസരമാണ് നോമ്പുകാലം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. പാപം ചെയ്യുന്നതിലൂടെയാണ് നാം ദൈവത്തിൽ നിന്ന് അകലുന്നത്. അതൊരിക്കലും ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം നമ്മെ തന്നെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും നിർമ്മിച്ചത് ദൈവത്തിനായി ജീവിക്കുന്നതിന് വേണ്ടിയാണ്. സർവ്വ സൃഷ്ടികളുടെയും രക്ഷയ്ക്കും ദൈവവുമായുള്ള നിരപ്പിനുമായിട്ടാണ് ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. മാത്രമല്ല, ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം കൊണ്ടാണ് തന്റെ പുത്രനെ ഈ ലോകത്തേക്ക് അയച്ചത്. ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും ഇതുതന്നെയാണ്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങളിൽ നാം ഇത് കാണുന്നു. നാം കർത്താവിന് യോഗ്യമാവണ്ണം നടന്ന് സകല പ്രവൃത്തിയിലും ദൈവിക ഫലം കായ്ച്ച് തികഞ്ഞ ജ്ഞാനമുള്ളവരായി ദൈവത്തിന്റെ മഹത്വത്തിനൊത്തവണ്ണം ജീവിക്കുന്നു എന്നാണ്. വെള്ളം അണക്കെട്ടിൽ നിറഞ്ഞു കിടക്കുമ്പോൾ വെള്ളം തുറന്നുവിടുവാനുള്ള ഷട്ടർ സ്വല്പം തുറന്നുവെങ്കിൽ അതിൽ കൂടി കുറേശ്ശെ വെള്ളം ഒഴുകി വരും. ഷട്ടർ കുറെ തുറക്കുമ്പോൾ അതിശക്തിയോടെ വെള്ളം അതിൽ നിന്ന് ഒഴുകി തുടങ്ങും. അതുപോലെയാണ് ദൈവത്തിന്റെ അനന്തമായ ശക്തി മനുഷ്യഹൃദയത്തിലേക്ക് ഒഴുകുന്നത്. ഹൃദയം എത്രമാത്രം തുറക്കപ്പെടുന്നുവോ അപ്രകാരമായിരിക്കും പ്രവാഹത്തിന്റെ ശക്തിയും വലിപ്പവും. ഷട്ടർ തുറക്കുമ്പോൾ പ്രവാഹത്തിന് തടസ്സമായി നിൽക്കുന്ന സകലത്തെയും അത് തട്ടി നീക്കുന്നു. കല്ലും മണ്ണും അഴുക്കും എല്ലാം ഒഴുകിപ്പോകുന്നു. അതിനാൽ യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിലൂടെ നമ്മുടെ പാപാവസ്ഥകളെ നീക്കി ക്രിസ്തുവിന് നമ്മിൽ പ്രവേശിക്കുന്നതിന് പൂർണ്ണമായി നമ്മുടെ ഹൃദയങ്ങളെ തുറന്നു കൊടുക്കുവാൻ ഈ നോമ്പുകാലം നമുക്ക് ഓരോരുത്തർക്കും ഇടയായി തീരട്ടെ. അതിനായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.